കണ്ടോ ഇന്നിപ്പോൾ ഇത്രയും വലിച്ച പൊടിയാണ്. നമുക്ക് ആ പേപ്പറിലേക്ക് തട്ടി വെക്കാം. കണ്ടോ ഇത്രയും പൊടിയാണ് നമ്മുടെ വീടിനകത്ത് ഫുള്ള് നടന്ന് റെഡിയാക്കി എടുത്തതാ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി ലോലപ്പൻ, പേരിട്ട് ലോലപ്പൻ. ലോലപ്പ തിരിഞ്ഞു വാ. ലോലപ്പന് തിരിയാൻ സ്ഥലം കൊടുക്കും. ലോലപ്പ ഇടിക്കല്ലേ. ഇപ്പൊ പതുക്കെ ഇടിക്കണുള്ളൂ. നേരത്തെ ഒന്ന് മുറുക്കി ഇടിച്ചായിരുന്നു. ആ മുക്കും മൂലൊക്കെ അടിച്ചടിച്ചടിച്ച് പോണ്ട്. നമ്മൾ അതിൻ്റെ അകത്തുള്ള പൊടി താണ്ട ഇന്നിപ്പോൾ ഇത്രയും വലിച്ച പൊടിയാണ്. നമുക്ക് ആ പേപ്പറിലേക്ക് തട്ടി വെക്കാം. കണ്ടോ ഇത്രയും പൊടിയാണ് നമ്മുടെ വീടിനകത്ത് ഫുള്ള് നടന്ന് റെഡിയാക്കി എടുത്തതാ. ബോക്സ് നമുക്കിങ്ങനെ ക്ലീനാക്കി അത് കഴുകണമെങ്കിൽ കഴുകുകയും ചെയ്യാം കേട്ടോ. നമുക്ക് പൈപ്പിൻ്റെ താഴെ പൈപ്പ് തുറന്നിട്ട് വെള്ളം എടുത്തിട്ട് കഴുകുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മളുടെ വീട്ടിൽ ഷിപ്സും ഉണ്ടല്ലോ, ഷിപ്സുവിൻ്റെ രോമമാണ് കേട്ടോ ഈ കാണുന്നത് കൂടുതലും. നമ്മളത് കാണാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് ഇത്രയും പൊടി അത് വലിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചാർജിങ്ങിന് വെച്ചിരിക്കുകയാണേ. നമുക്കിവിടെ ഒരു ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഇതാണ് നമ്മൾ ആദ്യം ഇപ്പോൾ എടുത്തത് പൊടി എടുത്തുന്ന ബോക്സ് കേട്ടോ. അവിടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഉണ്ടോ, ഈ ലോക്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ബോക്സ് തുറന്നിട്ട് പൊടികളൊക്കെ നമുക്ക് മാറ്റിയിട്ട് വീണ്ടും അതേപോലെ തന്നെ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അടച്ചു. ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമുക്ക് സോഫ സെറ്റ് എടുത്ത് താഴെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാ. നല്ല സൂപ്പറായിട്ട് താഴത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ക്ലീൻ ചെയ്ത് ഇപ്പോൾ ആൾ വരും. നമ്മൾ എപ്പോഴും വീട്ടിലെപ്പോഴും പൊടി ഉണ്ടാകാറുള്ളത് സോഫ സെറ്റിയുടെ താഴെകളാണ്. നമുക്ക് എല്ലാ ദിവസവും മാറ്റി അടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനൊരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. ആ ടേബിളിൻ്റെ താഴത്തോട്ട് കയറും കേട്ടോ. സോഫ സെറ്റിയുടെ താഴെയൊക്കെ കയറിപ്പോകും കണ്ടോ. ആ സോഫ സെറ്റിയുടെ താഴെ കയറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള പൊടികളൊക്കെ അടിച്ച് വാരി എടുത്തിട്ട് വരും.
നമ്മൾക്ക് എല്ലാ ദിവസവും ഈ സോഫ സെറ്റൊക്കെ മാറ്റി അടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ തന്നെ ഇതാ ഉണ്ടോ അതിൻ്റെ താഴെ പോയിട്ട് വന്ന് ഇനിയും തിരിച്ച് പോകണം അങ്ങോട്ട്. ഈ ഒരു റൊട്ടേഷനിലാണ് കേട്ടോ ഇവർ പോവുക. അങ്ങോട്ട് ഒരു സെറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരും. എന്നിട്ട് അതേപോലെ തന്നെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഒരു തരി പോലും പൊടിയോ മണ്ണോ ഉറുമ്പൊക്കെ വരെ ചത്ത് കിടന്ന ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരെടുത്തിട്ട് പോകും കേട്ടോ. അതുപോലെ എവിടെയെങ്കിലും പോയി മുട്ടി ഇടിച്ചാലും അത് തന്നെ റൊട്ടേറ്റ് പതുക്കെ മുട്ടി എടുത്തിട്ട് പോരും. നമ്മളിതെല്ലാം കൺട്രോൾ ചെയ്യണത് പിന്നെ ചിലതിന് റിമോട്ടുണ്ട് കേട്ടോ. നമ്മുടെ റിമോട്ടല്ല, നമ്മൾ ഫോണിലാണ്. അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അവരുടെ ബില്ലിൽ ഒരു QR കോഡ് ഉണ്ടാകുക. നമ്മളത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിലെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിലാണ് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുകയും ചാർജിങ്ങിന് കയറ്റുകയൊക്കെ ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ ചാർജിങ് പോയിൻ്റ് വെച്ചിരിക്കുന്നത്. നമ്മൾ മൊബൈലിൽ ചാർജിങ് എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ എവിടെയാണേലും ഏത് റൂമിലാണേലും ആൾ തന്നെത്താൻ വന്ന് ഇവിടെ ചാർജിന് കയറിക്കോളും. ഏത് മുക്കും മൂലയും വരെ ആൾ കയറിപ്പോയി പൊടി വലിച്ചോളും. നമ്മളിതിന് പുറകെ നടക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾക്കിത് ഓണാക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ജോലിക്ക് പോവാം. അതവിടെ നടന്ന് നമുക്ക് ക്ലീനിങ് കംപ്ലീറ്റ് ആയി ഫിനിഷ് ചെയ്യുന്ന എല്ലായിടത്തും നോക്കുമ്പോൾ നമ്മൾ ഫ്ലോറിൽ ചവിട്ടുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും. നമ്മൾ ചൂലോട് അടിക്കുന്നേക്കാളും നല്ല ഫൈനായിട്ട് പൊടിയെല്ലാം വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ക്ലീനിങ് മതിയൊക്കെ നമ്മൾ വേറെ ചാർജിന് കൊടുത്തു കഴിഞ്ഞാൽ ചാർജിന് പോക്കുള്ളൂ. അതല്ല, ഇത് ക്ലീൻ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ചാർജ് തീർന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെത്താൻ ചാർജിങ് എന്ന് പറഞ്ഞിട്ട് തന്നെത്താൻ ചാർജിന് പോയിരുന്നോളൂ. ഇപ്പോൾ അതിൻ്റെ താഴത്തിട്ട് കയറാൻ പോവാം. ഇല്ല, നേരെ പോവാം. നമ്മൾ ടേബിളും കാര്യങ്ങളൊന്നും മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ താഴത്തിട്ട് അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ. അപ്പോൾ അതിൻ്റെ താഴെ പോയി വരണം. നേരെ ഇങ്ങോട്ടായിരിക്കും. എന്താ